കൊച്ചിയിൽ പെൺകുട്ടികളെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി അക്ബറിന് സെക്സ് റാക്കറ്റുമായി ബന്ധമെന്ന് പോലീസ്. അക്ബറിനെതിരെ പോക്സോ കേസ് നിലവിലുണ്ട്. അക്ബറിന്റെ ഹോട്ടലിലും പോലീസ് പരിശോധന നടത്തി. ഹോട്ടൽ നടത്തിപ്പിൽ ദുരൂഹതയുണ്ടെന്നും പോലീസ് പറഞ്ഞു. അക്ബറാണ് പെൺകുട്ടികളെ ആക്രമിച്ചത്. കലൂരിൽ പെൺകുട്ടികൾ ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട മുഖ്യപ്രതി അക്ബറിനെതിരെ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. അതേസമയം അക്ബർ സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട ആളാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അക്ബറിന് ലഹരി മാഫിയുമായി ബന്ധമുണ്ട്. അതുപോലെ തന്നെ നേരത്തെ അക്ബറിനെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും അക്ബറിന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടും കൂടുതൽ അന്വേഷണത്തിലാണ് പോലീസ്. ഒരു ലോഡ്ജ് നടത്തിപ്പുകാരനാണ് അക്ബർ. അതുമായി ബന്ധപ്പെട്ടൊരു ഹോട്ടലും അക്ബർ നടത്തി വരുന്നുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ ഹോട്ടലിലെ ജീവനക്കാരാണ് പിടിയിലായിട്ടുള്ള അരുണും സാബിത്തും അതുപോലെ മലപ്പുറം സ്വദേശിയായ ആൽവിനും. ഈ 3 പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് പെൺകുട്ടികളെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട നിലവിൽ പിടിയിലായിട്ടുള്ളത്. 8 അംഗ സംഘമാണ്, അതായത് 2 പെൺകുട്ടികൾ അടക്കമുള്ള സംഘമാണ് ഈ പെൺകുട്ടികളെ ആക്രമിച്ചത്. കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവമുണ്ടാകുന്നത്. പെൺകുട്ടികൾ ജോലി കഴിഞ്ഞ് പാർട്ട് ടൈം ജോലി ചെയ്തു വരികയായിരുന്ന പെൺകുട്ടികൾ ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ചായ കുടിക്കാൻ കയറിയതായിരുന്നു. ആ സമയത്ത് ഈ സംഘം അശ്ലീല ചുവയോട് സംസാരിക്കുകയും അത് മൊബൈൽ ഫോണിൽ പകർത്താൻ ശ്രമിക്കവേ മൊബൈൽ ഫോൺ വാങ്ങിച്ച് നിലത്ത് വീണ മൊബൈൽ എടുക്കാൻ ശ്രമിച്ച പെൺകുട്ടിയുടെ മുടിക്ക് പിടിച്ച് വലിച്ച് നിലത്തൂടെ ഇഴയ്ക്കുകയും അതുപോലെ നെഞ്ചിൽ ചവിട്ടുകയും നിലത്തിട്ട് ചവിട്ടുകയും ഒക്കെ ചെയ്തിരുന്നു. ഗുരുതരമായിട്ടാണ് പെൺകുട്ടി ആക്രമണത്തിന് ഇരയായത്. അതേസമയം തന്നെ ഇതുമായി ബന്ധപ്പെട്ട പോലീസിനെതിരെയും ഗുരുതരമായ ആരോപണമുണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ മൊഴിയെടുക്കാൻ പോലീസ് സ്റ്റേഷനിൽ നിന്നും എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്നും ജനറൽ ഹോസ്പിറ്റലിലെത്തിയ പോലീസുകാരൻ പെൺകുട്ടിയുടെ വസ്ത്രധാരണത്തെപ്പറ്റിയും പുലർച്ചെ പുറത്തിറങ്ങിയതിനെ പറ്റിയുമൊക്കെ ആരോപിച്ചു, മോശമായി സംസാരിച്ചു എന്നുള്ള ആരോപണവും പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ പങ്കുവെക്കുന്നുണ്ട്. ഇതിനെതിരെയും നടപടി ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം DCP വ്യക്തമാക്കിയത്. എന്തായാലും അക്ബറിനെ ചുറ്റിപ്പറ്റി കൂടുതൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. മുഖ്യപ്രതി അക്ബറിനെതിരെ കൂടുതൽ തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.